CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുമായി 486 പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളും അടക്കം 530 പേർ സമ്മേളനത്തിന്റെ ഭാഗമാകും. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന വിഷയത്തിൽ നയരേഖ ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. നമുക്ക് കൊല്ലത്ത് നിന്ന് അഭിലാഷ് മോഹനും മാർഷൽ വി സെബാസ്റ്റ്യനും വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. രണ്ടാൾക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ്, നല്ല ദിവസവും ആശംസിക്കുന്നു. കൊല്ലത്താണ് നിൽക്കുന്നത്. കൊല്ലവും പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ, വിവിധ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന പാർട്ടിക്ക് കൊല്ലത്തെ തൊഴിലാളി മേഖലകളിൽ നിന്നുള്ള പിന്തുണ അത് ചെറുതല്ല. നമ്മൾ കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് കൊല്ലത്തിന് 3 ഗന്ധങ്ങളാണ് എന്ന്. അതിലൊന്ന് അഴുകിയ തൊണ്ടിൻ്റേതാണ്, അതായത് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന് കശുവണ്ടിയുടേതാണ്, കശുവണ്ടി വ്യവസായം, കശുവണ്ടി തൊഴിലാളികളുടെ മേഖല, അതേക്കുറിച്ച് നമുക്കറിയാം. പിന്നെ മറ്റൊന്ന് നീണ്ടകരയിലെ മത്സ്യത്തിൻ്റേതാണ് എന്ന് പറയും. അങ്ങനെ ഈ തൊഴിലാളി മേഖലകളൊക്കെ ചേർന്ന് ശക്തിപ്പെടുത്തിയ ഒരു ചരിത്രം, പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ചരിത്രം കൊല്ലത്തിനുണ്ട്. അവിടെയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതിനിധി സമ്മേളനം എപ്പോഴാണ് ആരംഭിക്കുക? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും മോത്തി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ കയർ തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും ഒക്കെ ചൂര് മണക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനമായിട്ടുള്ള CPMന്റെ സംസ്ഥാന സമ്മേളനം 3 പതിറ്റാണ്ടിന് ശേഷം ഇവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അത് CPM സംസ്ഥാന സമ്മേളനം ഒരു പാർട്ടിയുടെ സമ്മേളനം എന്നുള്ളതല്ല, മറിച്ച് CPM സമ്മേളനത്തിലുണ്ടാകുന്ന നവ കേരള ലൈൻ എന്താണ് എന്ന്, ആ പുതുവഴികൾ എന്താണ് എന്ന് കേരളം കാത്തിരിക്കുന്നു. അതുകൂടിയായിരിക്കും പ്രധാനമായും വികസനം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. നമുക്ക് പറയാം. എന്നോടൊപ്പം അഭിലാഷോട് ചേരുന്നു. അഭിലാഷ, സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിലൊക്കെ 3 പതിറ്റാണ്ടിന് ശേഷമാണ് കൊല്ലത്തേക്ക് CPM സംസ്ഥാന സമ്മേളനം എത്തുന്നത്. നമ്മൾ CPM സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടായിട്ട് സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. സമ്മേളനത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പാർട്ടിയുടെ ലൈൻ എന്തായിരിക്കും, പാർട്ടിക്കുള്ളിലെ മാറ്റം എന്തായിരിക്കും എന്നൊക്കെയാണ് ചിന്തിക്കുക. എന്നാൽ ഇത്തവണ അത്തരമൊരു പ്രതീക്ഷയൊന്നും വേണ്ട, അല്ലേ? ഒരു വികസന രേഖ. തീർച്ചയായും. ഇപ്പോൾ 3 പതിറ്റാണ്ട് മുമ്പാണ് കൊല്ലത്ത് അവസാനം സംസ്ഥാന സമ്മേളനം നടന്നതെന്ന് പറയുമ്പോൾ 1995 സമ്മേളനം അതിവാശിയേറിയ തെരഞ്ഞെടുപ്പിലേക്കാണ് നയിച്ചത്. EK നായനാരാണെന്ന് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. CITU പക്ഷത്തെ VS പക്ഷം വെട്ടിനിരത്താൻ ശ്രമിച്ചു, വോട്ടെടുപ്പിൽ പോലും കൃത്രിമം നടത്തി എന്നൊക്കെയുള്ള ആരോപണം നടന്ന അങ്ങേയറ്റം ഉൾപാർട്ടി സമരങ്ങളാൽ കലുഷിതമായ കാലഘട്ടമായിരുന്നു. ഇന്ന് ആ ഉൾപാർട്ടി സമരം ഇല്ല, പാർട്ടിയിൽ വിഭാഗീയതയില്ല. വിഭാഗീയത ഉണ്ടെങ്കിൽ തന്നെ പ്രാദേശിക വിഭാഗീയത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊക്കെയുള്ള, അതായത് വാശിയേറിയ 2 പക്ഷങ്ങൾ തമ്മിൽ പാർട്ടി പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ CPMനെ സംബന്ധിച്ച് അപ്രസക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്, ഇത്തവണ കൊല്ലത്തെ സമ്മേളനം നടക്കുന്നത് എന്നുള്ളതാണ് ഒരു സവിശേഷമായ കാര്യം. ഇന്ന് 486 പ്രതിനിധികൾ 5,64,000 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടെ ചേരുമ്പോൾ നേരത്തെ മാർഷൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നവകേരള നയരേഖയായിരിക്കും ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുക. കഴിഞ്ഞ സമ്മേളനത്തിൽ, അതായത് എറണാകുളത്ത് ചേർന്ന തൊട്ട് മുൻപത്തെ 3 വർഷം മുൻപത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ ഒരു നവകേരള രേഖ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് അവതരിപ്പിക്കുന്ന രേഖ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം ഒരു ഭരണപക്ഷമാണ്. ആ ഭരണപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് കുറെ കൂടിയൊക്കെ പ്രോ ബിസിനസ് ആവുക, അല്ലെങ്കിൽ നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ ചർച്ചയായിരുന്നു. എങ്ങനെയാണ് ഒരു ഭരണകക്ഷി എന്നുള്ള ജനാധിപത്യ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രമാത്രം വഴക്കത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും എന്നതിന്റെ ഒരു സൂചന നമുക്ക് ഈ നവകേരള പുതുവഴി രേഖയിൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ വിമർശകർ അതൊരു വലത് വ്യതിയാനമായിട്ടൊക്കെ വിമർശിച്ചേക്കാം, എങ്കിൽ പോലും പ്രതിപക്ഷം ആദ്യമേ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു ഇതൊരു വലത് ലൈനിലേക്ക് മാറിയിട്ടുണ്ട് CPM എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രസക്തം CPM ആണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ തന്നെ അവരുടെ നയരേഖ അല്ലെങ്കിൽ അവരുടെ വികസന രേഖ വഴി മാറുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലതുപക്ഷ വ്യതിയാനം സംഭവിക്കുമോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനമാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ മൂലധനത്തിന്റെ വരവിനെ കുറിച്ച് ഉള്ള ഒരു സാധൂകരണം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റി നിയമം നമുക്കറിയാം ഈ സമീപകാലത്താണ് വന്നത്. അപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുക എന്നൊരു സമീപനമാകാം, നമ്മുടെ ഒരു എക്സ്പെക്ടേഷനാണ്, പ്രതീക്ഷയാണ്. കൂടുതൽ ഫ്ലെക്സിബിൾ ആവുക എന്ന സമീപനമാകാം ഈ പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരള പുതുവഴികൾ എന്ന രേഖയിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ ഉൾപാർട്ടി സമരങ്ങൾ അവസാനിച്ചൊരു കാലമാണ്. പിണറായി വിജയന്റെ ഒരു അപ്രമാദിത്ത കാലം എന്ന് പറയാം. നമുക്ക് 2015 ആലപ്പുഴ സമ്മേളനം വരെ VS പക്ഷത്തിന്റെ ഒരു ചെറിയ എന്താ പറയുക അതിന്റെ അനുരണനങ്ങളെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്രീകൃതമായ വിഭാഗീയതയെ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഈ സമ്മേളനത്തെ നേരിടുന്നത്. അത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തി കേന്ദ്രത്തിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നവകേരള ലൈനിലേക്ക് വരുമ്പോൾ അത്തരം വ്യക്തികൾക്കൊന്നും തന്നെ പ്രാധാന്യമുണ്ടാകില്ല. മറിച്ച് ഈ രേഖ എങ്ങനെ പോകുന്നു. അതോടൊപ്പം തന്നെ ഊന്നി ചോദിക്കേണ്ട ഒരു ചോദ്യം AI ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലോകം മാറുകയാണ്. ആ മാറ്റത്തിനനുസൃതമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് പാർട്ടിയുടെ ലൈൻ എന്തായിരിക്കും? ഇപ്പോൾ ഇത്തരം AI ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിൽ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? മാറുന്ന ലോകം ഇപ്പം നിക്ഷേപ സംഗമം വിളിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ജിമ്മ് വരുന്ന സമയത്ത് നിക്ഷേപകർക്കെതിരെ ശക്തമായി നിന്നിരുന്നു. ADB വായ്പയ്ക്കെതിരെ നിന്നിരുന്നു. ഇന്നിതാ സ്വന്തമായി കിഫ്ബി അതിലൂടെ നിൽക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര നയങ്ങളുമായിട്ട്. കേന്ദ്രം ഭരിക്കുന്നത് NDA സർക്കാരാണ്. ആ NDA സർക്കാരുമായിട്ട് എങ്ങനെയായിരിക്കണം ഇനിയും മുന്നോട്ട് പോകേണ്ടത്? അതൊരു ഫാസിസ്റ്റ് ഭരണകൂടമല്ല എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. എന്നാൽ CPI ഉൾപ്പെടെയുള്ളവർ അതൊരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് പറയുന്നു. കേരളത്തിലും ദേശീയ തലത്തിലുമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതൊരു വർഗീയ അജണ്ട സൃഷ്ടിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറയുമ്പോൾ ഒരു നയമാറ്റം എന്ന രീതിയിലേക്ക് നവകേരളത്തിലെ പുതിയ നയങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രകാശ് കാരാട്ടാണ്. പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിൽ നിശ്ചയമായും ആദ്യം സർവ്വദേശീയവും പിന്നീട് ദേശീയ വിഷയങ്ങളും സ്പർശിക്കും. അപ്പോൾ ദേശീയ തലത്തിലെ മോദി സർക്കാരിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ അതിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതായിരിക്കും. CPMന്റെ കരട് നയരേഖ അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഫാഷിസ്റ്റിക് ആയിട്ടുള്ള പ്രവണതകൾ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനെ മോദി സർക്കാരിനെ ഒരു ഫാഷിസ്റ്റ് സർക്കാരായി CPM കാണുന്നില്ല, ഫാഷിസ്റ്റിക് പ്രവണതകളുള്ള സർക്കാർ എന്നാണ് CPM അതിനെ കാണുന്നത്. അപ്പോൾ അതേക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു കുറെ കൂടി വിശദമായ പ്രകാശ് കാരാട്ടിന്, കാരണം പ്രകാശ് കാരാട്ടാണ് PBയുടെ കോർഡിനേറ്റർ, പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം ഈ പറഞ്ഞ വിഷയത്തിൽ നമുക്ക് കുറെ കൂടി വ്യക്തത നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാ കൊടിമരം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടൗൺ ഹാളിന് മുമ്പിലാണ്. ജോമ ക്യാമറ അങ്ങോട്ട് അതാണ് ആ കൊടിമരം. ഈ കൊടിമരത്തിലെ പതാക ഉയർത്തുക എന്നുള്ളതാണ്. ആ പതാക ഉയർത്തുന്നത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന നേതാവ് AK ബാലനാണ്. AK ബാലൻ ഉൾപ്പെടെ 3 പേർ ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി ഒഴിയുന്നു എന്നുള്ളതാണ്. 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ, അതോടൊപ്പം തന്നെ AK ബാലൻ, ഇവർ 3 പേര് ഒഴിയുന്നു. എന്നാൽ TP രാമകൃഷ്ണൻ, EP ജയരാജൻ CPMന്റെ രീതി അനുസരിച്ച് എല്ലാ തവണയും 2025 ജനുവരിയിൽ 75 വയസ്സ് തികയുന്നവരെയാണ് അതിൽ നിന്ന് മാറ്റുക. എന്തായാലും ഇവർക്ക് ഈ വർഷം 75 തികഞ്ഞപ്പോലും അവർ സമ്മേളനം നടക്കുന്ന സമയത്ത് 75ലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർ ഒഴിവാകുന്നില്ല. പകരം പുതിയതായിട്ട് ആരൊക്കെ വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. നമ്മൾ ആനാവൂർ ഒഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളുണ്ടാകാം. കടകംപള്ളി സുരേന്ദ്രനും ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനോ TN സീമയോ അല്ലെങ്കിൽ വി ജോയിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന പദവിയിലേക്ക് എത്താം എന്നുള്ളതാണ്. മറ്റൊന്ന് ഒഴിയുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്നൊരു ഒഴിവ് വരുമ്പോൾ ആരായിരിക്കും അത്? P ജയരാജനാണോ, P ശശിയാണോ, MV ജയരാജനാണോ? ഒരു സ്വാഭാവികമായിട്ടും കണ്ണൂർ പൊളിറ്റിക്സ് നന്നായി നോക്കുന്ന ആളെന്നൊരു അഭിലാഷം തോന്നുന്നത് അതൊരു മാറ്റമായി കാണാവുന്നതല്ലേ? തീർച്ചയായും. ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലാണ് അപ്രതീക്ഷിതമായി P ശശി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നത്. പക്ഷേ P ശശി നമുക്കറിയാം ഇപ്പോൾ CPMൽ P ശശിയുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് P ശശിയുടെ ഏറ്റവും വലിയ ബലം. ഒരു പക്ഷേ P ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നേക്കാം എന്ന സൂചന ഒരു വർഷമായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വന്ന വിവാദങ്ങൾ തന്നെയും P ശശിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്ന നിലയിലൊക്കെ ഉപശാല വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ P ശശി അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലും സർക്കാരിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ആളെന്നുള്ള നിലയിൽ P ശശി ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെക്രട്ടേറിയറ്റിനെ ഈ സമ്മേളനം സമയത്ത് തന്നെ തെരഞ്ഞെടുക്കണം എന്നില്ല. സാധാരണ നിലയിൽ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കുക അതെ, ഈ സംസ്ഥാന സമിതിയെ ഈ സമ്മേളനം തെരഞ്ഞെടുക്കുകയും ഈ സംസ്ഥാന സമിതി ആദ്യം ചേർന്നതിന് ശേഷം പിന്നീട് സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കുകയുമാണ് സാധാരണ നിലയിൽ ചെയ്യുക. കഴിഞ്ഞ തവണയാണ് അതിനൊരു മാറ്റം വന്നത്. അതേസമയം നമ്മൾ കണ്ടത് P ജയരാജൻ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ അണികളുടെ പിന്തുണയുള്ള നേതാവാണ്. P ജയരാജൻ ഇത്തവണ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ പ്രായപരിധി മാനദണ്ഡം അനുസരിച്ച് പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം വരും. അടുത്ത സമ്മേളനമൊക്കെ ആകുമ്പോഴേക്ക് പ്രായപരിധി മാനദണ്ഡം അദ്ദേഹത്തിന് ബാധകമാവുന്നുണ്ട്. അതുകൊണ്ട് P ജയരാജൻ സെക്രട്ടേറിയറ്റിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന അണികളും പ്രവർത്തകരും ധാരാളമുണ്ട്. അതുകൊണ്ട് P ജയരാജൻ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. പിന്നെയുള്ളത് MV ജയരാജനാണ്. MV ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ 14 ജില്ലകളിലേക്കും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തനായ ജില്ലാ
സെക്രട്ടറിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എം പി ജയരാജനേക്കാൾ ഈ രണ്ട് പേരുകൾക്ക്, പി ജയരാജന്റെയും പി ശശിയുടെയും പേരുകൾക്കാകും മുൻതൂക്കം. പി ശശിയുടെ പേര് കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവ് എന്നുള്ളതിൽ ഉപരിയായി ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന, സംസ്ഥാന ഭരണ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് എനിക്ക് തോന്നുന്നു പി ശശി പരിഗണിക്കപ്പെടുക. മറ്റൊന്ന് എ കെ ബാലനാണ്. പാലക്കാട് നിന്ന് എ കെ ബാലൻ മാറുന്നു. അവിടെ മന്ത്രി എം പി രാജേഷിനാണ് എം പി രാജേഷിന്റെ ഒരു സാധ്യതയാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ 3 മാറ്റങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. എന്നാൽ അതിനപ്പുറത്തേക്ക് സമ്മേളന പ്രതികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 500 പേര് പങ്കെടുക്കുന്ന ഒരു സമ്മേളനം, ആ സമ്മേളന പ്രതിനിധികളുടെ ചർച്ചകൾ, ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആരെ എന്തെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഇത് താഴേന്ന് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണെങ്കിലും മുകളിൽ നിന്നുള്ള ഒരു തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായി താഴെത്തട്ടിലേക്ക് വിശദീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്തൊക്കെ വലിയൊരു മാറ്റം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഇതോടൊപ്പം തന്നെയാണ് പ്രവർത്തന റിപ്പോർട്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന, ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട്, ആ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന പാർട്ടിയുടെ, ഉൾപാർട്ടിയുടെ, നേരത്തെ നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് വ്യതിയാനമില്ലാതെ പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും കൊല്ലം സമ്മേളനം, അതായത് ഇവിടെ തുടക്കത്തിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ജില്ലാ കമ്മിറ്റികളിലും എതിർപ്പിന്റെ സ്വരം ഉയർന്നിരുന്നു. വോട്ടെടുപ്പ് നടങ്ങേണ്ടി വന്നു. അതൊന്നും സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകില്ല. എങ്കിൽ തന്നെയും ആ ഒരു പ്രവർത്തന റിപ്പോർട്ട് വരുമ്പോൾ സ്വയവിമർശനപരമായിട്ട് തങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ബാക്കി സെക്രട്ടേറിയറ്റ് മെമ്പർമാരും സംസ്ഥാന സമിതി മെമ്പർമാരും എല്ലാം കഴിഞ്ഞ 3 വർഷക്കാലത്തെ പാർട്ടിയുടെ പ്രവർത്തനം എന്ത് എന്ന തരത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും പ്രധാനപ്പെട്ട രീതിയിലേക്ക് ഒരു ചർച്ച, പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഒരു ചർച്ചയ്ക്ക് സാധ്യത കാണുന്നത്? തീർച്ചയായും ഒന്ന്, കഴിഞ്ഞ സമ്മേളനം കോടിയേരി ബാലകൃഷ്ണനെയാണ് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായി പാർട്ടിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകളും നേട്ടങ്ങളും ഇവ രണ്ടും വിലയിരുത്തപ്പെടും. ഈ കാലയളവിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നുപോയി, വലിയ പരാജയം പാർട്ടി ഏറ്റുവാങ്ങി, വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടായി. മൊത്തം വോട്ട് വിഹിതം 50% ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി, സംഘടനാ ദൗർബല്യങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക വിഭാഗീയത, കരുനാഗപ്പള്ളിയിൽ നമ്മൾ ഇതുവരെ CPM-ന്റെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിലുള്ള പരസ്യമായ ചേരിപ്പ്, ഒരു തെരുവിൽ പാർട്ടി മെമ്പർമാർ പരസ്പരം പോർ വിളിക്കുന്നത് കണ്ടു. അപ്പോൾ കൊല്ലം, ആലപ്പുഴ പോലെ ഉള്ള ജില്ലകളിലെ പ്രകടമായ പ്രാദേശിക വിഭാഗീയത, പഴയതുപോലെ വ്യക്തികേന്ദ്രീകൃതമായ 2 നേതാക്കളിൽ അധിഷ്ഠിതമായ വിഭാഗീയത എന്നുള്ളതിനപ്പുറത്ത് പ്രാദേശികമായ വിഭാഗീയത ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഒരു സ്വയം വിമർശന പ്രക്രിയയുടെ ഭാഗമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടി വരും CPM-ന്. അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 10 കൊല്ലമായി ഭരണത്തിലിരിക്കുകയാണ്. അങ്ങനെ ഭരണത്തിലിരിക്കുമ്പോൾ നേതാക്കളിലും പ്രവർത്തകരിലും ഉണ്ടാകുന്ന ജീർണത, ബൂർഷ്വാ വ്യതിയാനങ്ങൾ, ഇവ സാധാരണ നിലയിൽ മനുഷ്യ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്നതാണ്. പാർട്ടി കേഡർമാരെയും പാർട്ടി നേതാക്കളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള ബാലൻസ്, തെറ്റുതിരുത്തൽ എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് CPM കാണുന്നു. അപ്പോൾ ഭരണപാർട്ടി എന്നുള്ള നിലയിൽ സംഭവിച്ചു പോയിട്ടുള്ള ജീർണതകൾ, അതുപോലെ മൂല്യശോഷണം, പാർട്ടിയിലെ വിഭാഗീയത, സംഘടനാ പ്രശ്നങ്ങൾ, ജനസ്വാധീനത്തിൽ വന്ന കുറവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സമ്മേളനം അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഈ സമ്മേളന കാലയളവിൽ പാർട്ടിക്ക് ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ. അത് LDF കൺവീനറായിരുന്ന EP ജയരാജനാണ്. EP ജയരാജൻ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും സമ്മേളനത്തിലുടനീളം തന്നെ ചർച്ചയായി വന്ന വിഷയമാണ്. ആ വിഷയത്തിൽ തന്നെ ഇപ്പം ഗോവിന്ദൻ മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, മദ്യപിക്കരുത് എന്നുള്ള പാർട്ടി നയമാണ്. അങ്ങനെ മദ്യപിക്കുന്നവർ പുറത്താക്കുക എന്ന് പറയുമ്പോൾ തന്നെ ലോകം, ഒരുപക്ഷെ മലയാളികൾ ചിരിച്ചു പോകും. കാരണം അതൊക്കെ എത്രമാത്രം CPM-ൽ സാധ്യമാകും എന്നുള്ളത്. എന്നാൽ നേതാക്കന്മാരുടെ പല പ്രയോഗങ്ങൾ, നേതാക്കന്മാരുടെ പല രീതി, അതിൽ ഏറ്റവും ഗുരുതരമായി നമ്മൾ കാണേണ്ട വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM സംസ്ഥാന സമ്മേളനം ഇത്തവണ കൊല്ലത്ത് നടക്കുമ്പോൾ മാർഷൽ വി സെബാസ്റ്റ്യനും അഭിലാഷ് മോഹനും രണ്ടാളും കൂടി പാർട്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള പാർട്ടി കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും പ്രതിനിധി സമ്മേളനമൊക്കെ ഇന്ന് നടക്കുന്നു.